കൊച്ചൂര് പിന്നെ ആദ്യം അല്ല സെക്കൻഡ് ടൈം വരും ശരിക്കും ചെക്കൻ പക്ഷേ ടയനടിച്ചു. അതല്ല കുറച്ചൊക്കെ ടെന്നാവാം അല്ലടാ. ടൻ ടടൻ, ടടടടൻ. കുഞ്ഞിക്കുട്ടിൻ്റെ ചുമ എന്ത് രസമല്ല. എനിക്ക് ഇവിടുത്തെ വൈബ് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഇപ്പോഴല്ല, രാവിലെ വരുന്നത് ചൂടായി പോയി. ഇപ്പൊ 12 മണിയായില്ലേ. പക്ഷെ അവിടെ നിങ്ങത്തോളം വരണ്ടടാ ചെക്കനെയും കൊണ്ട്. പിന്നെ ഫുഡും കൊടുത്ത് പാവം. നോക്കിയാളുടെ നോക്ക് ആരാ വെറുതെ അവിടുത്തെ കുന്നിക്കുരുവൊക്കെ എടുത്തോണ്ട് പോ നോക്കുക. കള്ളൻ കള്ളൻ എന്തേ കണ്ണ മാണിക്കുഞ്ഞ എവിടെയാ ഞങ്ങള്? നീ ഒരിക്കൽ വന്നിട്ടുണ്ട് ചെറുപ്പത്തില് കുമ്പയിലിരിക്കുമ്പോ. എത്ര മാസമായി? 6 മാസത്തിലോ 7 മാസത്തില്? അല്ല 7 മാസത്തില് വരാൻ പറ്റില്ലല്ലോ. 6 മാസത്തില് കുഞ്ഞു കുച്ച. ഒരു കൊല്ലായില്ല അപ്പൊ ഇവിടെ വന്നിട്ട്. ഇവൻ ഭയങ്കര മറ്റു സാധനം ഉണ്ട് കേട്ടോ. എന്തോ പറയില്ലേ? അതല്ല മലയാളത്തിൽ എന്ത് പറയും? ഫോട്ടോജനിക്. ഞാനും വേണം. ഞാനുള്ളപ്പോ എനിക്ക് ചിരിക്കണ്ട. ക്യാമറ തുടച്ച് കൊച്ചു ഗുരുവായൂർ. ആരെന്നെ വിളിച്ചത്? എന്നാലും കുന്നിക്കുരുവിന്റെ കുന്നിക്കുരിയൊക്കെ എടുത്ത് വെല്ലിന്റെ കാര്യം അതെടുക്കായിരുന്നു. വെക്കായിരുന്നു വായിലിടുവാൻ. പക്ഷെ നല്ല ടാനടിച്ചല്ലേ പാവം. ദാറ്റ്സ് ഓക്കെ. മിഥുൻ എന്തെങ്കിലും പറയടാ. മിഥുൻ മാമൻ ഇവനും കുഞ്ഞിനല്ലേ അല്ലേ? ഇവനും കുഞ്ഞിനല്ലേ? ഇവനെ കുഞ്ഞാന്ന് വിളിക്കുന്നത്. എന്താ പറയുന്നേ? മനസ്സിലായി. അങ്ങനെയൊക്കെ പെട്രോൾ പറ്റി പോയിരുന്നു. ഞങ്ങളുടെ സ്വന്തം ഹോസ്പിറ്റൽ. അതെ സുശാൽ വേണ്ട. മിഥുൻ നമ്മുടെ ഹോസ്പിറ്റലിനെ പറ്റി നല്ല വർത്തനം പറഞ്ഞു. പൂത്തൊലിഞ്ഞ ഹോസ്പിറ്റൽ. അല്ലല്ല അങ്ങനെയൊക്കെ ഒന്നും പറയണ്ട. നല്ല ഹോസ്പിറ്റൽ, സൂപ്പർ ഹോസ്പിറ്റൽ. ഇവിടുത്തെ പുൽത്തകിടിയും പുൽമേടുകളും പുൽത്തകിടി കാണിച്ചോട്ടെ. ഭയങ്കര ആംബുലൻസ് ഏറ്റവും അടിപൊളി. പച്ചപ്പും ഹരിതാപയൊക്കെ ആയിട്ട്. അല്ല ഹരിതാപം മാത്രല്ല, ഒരുപാട് നല്ല പേഷ്യൻസ് മീൻസ് അവരുടെ ഒരുപാട് പിന്നെ ഈ കാഴ്ചയാണ് ഏറ്റവും അത് എ ബ്ലോക്ക് അല്ല, അതാണ് അതിന്റെ അപ്പുറത്ത് എ ബ്ലോക്ക്. നോക്കിക്കഴിഞ്ഞാൽ ഗാർഡൻ അല്ലടാ. ഇവിടെ പുലി ഇറങ്ങിയപ്പോഴാണ് മറ്റേ അബു പറഞ്ഞത് പിടിക്കണം വലിയ പിടിക്കണം. ഈ മലയില്ലേ ഇതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ പഴനി ശബരിമല പറയാനുണ്ട് ഭാഗ്യം. സിനിമയില് പറയുന്നില്ലേ
ഇവിടെ ആരെങ്കിലും ഉണ്ടടാ? നമ്മുടെ സ്വന്തം ഹോസ്പിറ്റൽ ആൾക്കാരുടെ ആരെങ്കിലും ഉണ്ടാവും. ഇറങ്ങണമെന്നില്ല. ഏത് ഫോട്ടോ വന്നു അറിയ ഫോട്ടോ. ഇത് എന്റെ പഞ്ചകർമ്മ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ ഇരുന്ന് കാണാൻ പറ്റിയല്ലോ. സ്വസ്ഥ പഞ്ചകർമ്മ. നിർത്തിട്ട് ഞാൻ പറയാം 2 മിനിറ്റ്. എടാ പഞ്ചകർമ്മയിൽ ആരാ? മിഥുൻ. മിഥുൻ പഞ്ചാർമയിൽ എനിക്ക് അറിയില്ലടി, നോക്കേണ്ടി വരും. ആ. ജസ്റ്റ് ഇറങ്ങണോ നിനക്ക്? പഞ്ചാർമ നിനക്ക് ഓർമ്മ പുതുക്കാം. ഓ വേണ്ട ഞാനില്ല. ഇറങ്ങണമെന്ന് വേണ്ട വേണ്ട. ഓർമ്മ പുതുക്കടി. ഉള്ള ഓർമ്മയൊക്കെ മതി എനിക്ക്. ഞാൻ കുറച്ച് ട്രോമ പുതുക്കാം. അല്ലെ ചെക്കനെ കൊണ്ടിറങ്ങണോ? ഇറങ്ങണോ? എനിക്ക് ഇറങ്ങണോ? എനിക്ക് ഇറങ്ങണമെന്നില്ല. എനിക്കും ഇല്ല. കുറച്ച് ട്രോമ പുതുക്കാം നമുക്ക്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മറ്റൊരു നമുക്ക് അറിയുന്ന വല്ലതും ഉണ്ടോ? വേണ്ട നമുക്ക് പിന്നെ വരാം ഒരു ദിവസം. ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇതിനായിട്ട് വരാം. നമ്മൾ തെറാപ്പിസ്റ്റ് ചേച്ചി പോകുന്നു. ഇതും മറ്റുള്ള വണ്ടിയല്ലേ? നവീൻ. നവീൻ ഇത് ഞങ്ങൾ ഇട്ടാലാ? ആദർശാൻ. നവീൻ BS. അയ്യോ സോറി. ഇതേ നമ്മുടെ ശാലക്യ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ണ് ഇതല്ലത്? കണ്ണാ? എക്സസൈസ് ചെയ്യുന്നതല്ലേ? അതല്ല. കണ്ണല്ലേ കണ്ണാ. നമ്മുടെ ക്യാൻറ്റീൻ നമ്മുടെ സ്വന്തം ക്യാൻറ്റീൻ. ഇവിടെ ക്യാൻറ്റീൻ. പച്ചക്കളർ സാൻഡ്വിച്ച് കിട്ടു. ഇവിടെ എന്നും ഞാൻ മറ്റേ ആലു പൊറാട്ട വന്ന് കഴിക്കുന്ന ഓർമ്മയുണ്ട് എനിക്ക്? ആ ഓർമ്മയ്ക്ക്. ഞാൻ ചിത്രം കഴിക്കുന്ന ഓർമ്മയുണ്ടോ നിനക്ക്? അത് ഇവിടെ അല്ലല്ലോ. അത് ഇവിടെ അല്ലല്ലോ. ഇവിടെ ഇപ്പോഴും ഇത് പാചകമൊക്കെ ഉണ്ടോ? അല്ല ഇത് ഫസ്റ്റ് പൂട്ടുണ്ടാണല്ലോ. ഇവിടെ ക്ലോസ്. നമുക്ക് ഒരു കഫേ ഉണ്ടായിരുന്നു ഇതിന് മുകളില്. പണ്ടത്തെ തത്തം കഫേ. അതന്നെ കഫേ. പേര് മാറ്റിയേ സ്വാസ്ഥ്യം ആക്കി. ശരി. ക്ലോസ് ആ ഇത് മറ്റേ ആളല്ലേ? ഇതൊക്കെ വരട്ടാ. സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ നമ്മള് കോളേജിൽ പോവാണോ? അതെ പക്ഷേ ഓർമ്മകൾ. അല്ലേ? അതെ. എനിക്ക് കോളേജിലൊന്നും ഓർമ്മയില്ല. എനിക്ക് ആ ഹോസ്റ്റലിൽ മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ട മിഥുൻ കണ്ട നീ? ഞാൻ പിന്നിലിരുന്നിട്ടാണ് അവനത് പറയുന്നത്. ഞാൻ പിന്നിലിരുന്നിട്ടാണ് നീ ഇത് പറയുന്നത്. എന്താ എനിക്ക് ഓർമ്മയില്ല. ഹോസ്റ്റലിൽ മാത്രമേ ഓർമ്മയുള്ളൂ. നീ ഓർമ്മയല്ലല്ലോ. നീ എങ്ങനെ ഓർമ്മയാവണ്? അതെ, നീ എന്റെ കൂടെ ആളല്ലേ? അതൊരിക്കലും ഓർമ്മ. അതൊരിക്കലും ഓർമ്മയല്ലല്ലോ. വേണ്ട. ദൈവല്ലേ? നല്ല ആളെ ഞാൻ പറഞ്ഞു. അവന് ചുക്കം പിടിക്കുന്നത് മിഥുൻ. മറക്കാതിരിക്കാൻ പറ്റും. ഇവിടേക്ക് ഇങ്ങനെയായോ? ഇതെന്താ ഇവിടെ? സെക്യൂരിറ്റി ഗേറ്റ്. ആ ഇതെന്താ ഇതൊക്കെ എന്താ ഇവിടെ? കോൺട്രവേഴ്സി കേട്ടോ. ഞാൻ ഓട് കട്ട് ചെയ്തോളാം. യൂട്യൂബിൽ ഇട്ടോ നീ? അത് യൂട്യൂബിൽ ഇട്ടിട്ടില്ല. വീഡിയോ എടുക്കണം. എനിക്കായിരിക്കില്ല പ്രശ്നം വരാ. ഇതില് കോൺട്രവേഴ്സി ഒന്നുമില്ല. പിന്നെ പോയി പണിയേക്കാൻ പറയണ ഇവരെന്ത് ചെയ്യാ? എന്തിട്ട് ചെയ്യാ? എന്തിട്ട് ചെയ്യാ? നിന്റെ ഒപ്പം ഞാനില്ലടാ. അവിടെ പോയിട്ട് ആൾക്കാരെ മോന്തേക്കാൻ ഹോസ്പിറ്റലിൽ കയറാതെ നമ്മളാണോ ഇനിയിപ്പോ കോളേജ്? ഞാൻ അതിന്റെ ഫ്രണ്ടിൽ പോയിട്ട് ഡ്രിഫ്റ്റ് അടിക്കട്ടെ. ഇത് ആദ്യം ശരിയാക്കണം. ഇത് മറ്റേ സാധനാണ്. ലോണ്ട് സ്ലിപ്പായി. മറ്റേ ലംബോർഗിനി ഇട്ടപ്പോ ആൾക്കാർ ഇട്ടതാണല്ലേ? അയാള് പറഞ്ഞ റീസൺ അതാ. വക്കീല് പേടാ അതിന്റെ ഇടയിൽ കൂടെ. അത് പക്ഷെ മെസ്സേജ് സ്റ്റാറായി. ഇതിന് ഒരു വ്യത്യാസമില്ല കേട്ടോ. അവിടത്തെ സ്ഥലമൊക്കെ മേടിച്ചവര് അത് ഇവരുടെ അല്ല, അത് വേറെ എന്തോ അല്ലേ മിഥുൻ? ഓട്ടിട്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ തന്നെയാണോ? എന്താ ഇത്? എനിക്കറിയില്ല എന്താന്ന്. അവിടെ മറ്റേ വോളിബോൾ കോർട്ടൊക്കെ ഉണ്ടായിരുന്നു ആദ്യമേ. അപ്പൊ ഇപ്പഴാ ഈ സാധനം കാണുന്നത്, ആദ്യമായിട്ട് കാണുന്നത്. അവിടെ നേഴ്സിംഗ് കോളേജ് ഉണ്ട്. ഇവിടെ ഓൾറെഡി ഇപ്പൊ തുടങ്ങിയില്ലേ അല്ലേ? ഒരു നിലയും കൂടി കയറ്റിയത് അല്ലേ? നമുക്കിപ്പോ നഴ്സിംഗ് കോളേജ് ഉണ്ട്, എന്തോ ഫാഷൻ കോളേജ്. ഇത് ഞാൻ പോകുന്നതിന് മുമ്പേ ഉള്ളേ അല്ല? ഫാഷനോ? എവിടെ ഫാഷൻ? എവിടെയാ ഫാഷൻ കോളേജ്? നമ്മള് മറ്റേ ഈ സ്ലോപ്പില് ഇറങ്ങോടത്ത് പണ്ട് മറ്റേ നഴ്സറി എന്തോ ഉണ്ടായിരുന്നല്ലോ. ശരിയാണല്ലോ. ഇവിടെ എന്താ പഠിപ്പിക്കുക? അവിടെ ആയിരുന്നു, ആ സ്റ്റോപ്പിലായിരുന്നു. ആ ബിൽഡിംഗിൽ ഇപ്പൊ മറ്റേ ഫാഷൻ. അല്ല ഇവിടെ എന്താ പറയുന്നല്ലോ പഠിപ്പിക്കുക? ശ്രീന്റെ ഫാഷൻ എന്ന് പറയുമ്പോ എന്താ? എനിക്ക് അറിയേണ്ടി വെക്കുന്ന കേട്ടോ. ജുബ്ബ, പൈജാമ, കുർത്ത, അങ്ങനെ കുറെ സാധനങ്ങളില്ലേ? അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ്. പിന്നെ ഇവരെ കൊണ്ട് ഈ സ്കൂളിലത്തെ യൂണിഫോം ഒക്കെ അടുപ്പിക്കും. പക്ഷെ എന്തോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നമ്മുടെ കോളേജ്. മറ്റുള്ള കോളേജസിനൊക്കെ കാണുമ്പോഴാണ് എനിക്ക് നമ്മുടെ കോളേജ് മുത്താണ് മനസ്സിലാവുന്നത്. അതെ, അതൊന്നും പറയണ്ട മിട്ടു. പഠിപ്പിക്കും.